അപ്പോൾ ഡിസംബർ മാസമായി. ഇപ്പം നമുക്ക് ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ഡെലിക്കസി ആണല്ലോ കേക്ക്. നമ്മൾ ഇന്ന് നല്ല റിച്ച് ഫ്രൂട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ സെയിം ഒരു ടേസ്റ്റുള്ള കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. 2 ടൈപ്പിലുള്ള റൈസിൻസ് എടുത്തിട്ടുണ്ട്, ബ്ലാക്കും ഗോൾഡനും. Tutti-frutti ഗ്രീനും യെല്ലോയും ഓറഞ്ചും 3 കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഞാൻ ഡേറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ള കിട്ടുന്ന ഈ ചെറിയില്ലേ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു 1/4 കപ്പ് വീതം കാണും. ഇപ്പം നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെക്കുന്നത് റമ്മിലോ വൈനിലോ ഒന്നുമല്ല, നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസിനകത്തോട്ട് ആണ് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സിനൊക്കെ നല്ലൊരു മധുരം കിട്ടും. ഞാൻ ഓവർനൈറ്റ് ആണ് സോക്ക് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ മിനിമം ഒരു 6 hours എങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രമാണ് വെക്കുന്നത്. അപ്പോൾ പഞ്ചസാര നമുക്ക് ഒരു 1/2 കപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് സ്പൂണിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്, ഇതുപോലെ പാത്രം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയെല്ലാം ചൂടായി വരും. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പഞ്ചസാര കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാര ഒഴുകി കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ ബബിൾസ് വരും. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കളർ ആകുമ്പോഴത്തേക്കിനും ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് വെള്ളം തെറിച്ച് നമ്മുടെ കയ്യിലോട്ടൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ചൊന്ന് തിക്കായി വരും. ഇനി നമുക്ക് കുറച്ച് ഓറഞ്ച് പീലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വൈറ്റ് പോർഷന് വരാതെ അതിൻ്റെ തൊലി മാത്രം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണോളം കാണും. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കുമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഓവൻ ഒന്ന് സെറ്റ് ചെയ്യാം. എൻ്റെ 60 ലിറ്ററിൻ്റെ ഓവനാണ്, അതുകൊണ്ട് ഞാൻ 150 ഡിഗ്രിയിലാണ് വെക്കുന്നത്. അതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ബേക്ക് ചെയ്യാനുള്ള ട്രേയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തേക്കുന്നത്. നമുക്ക് കേക്കിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഞാനിവിടെ ഒരു 1/3 കപ്പ് ബട്ടറാണ് എടുത്തേക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്കൊരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസോടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വേണമെന്നില്ല, വിസ്ക് വെച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഒത്തിരി ഫ്ലഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ഞാൻ ഫസ്റ്റിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കാരാമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കപ്പോളം കാണും. ഇനി ഒരു 1/3 കപ്പ് റിഫൈൻഡ് ഓയിലും ചേർക്കാം. ഇനി നമുക്ക് മൈദ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴത്തേക്കിനും ഈ കേക്ക് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രം ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് കുറച്ചൊരു മോയിസ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് വരുന്നത്.
ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസ് ഒക്കെ പഞ്ചസാരയിൽ പൊടിച്ചില്ലേ, അതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ജാതിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ച് പീൽ ചേർക്കാം. ഇനി ഈ പൊടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസോടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഡ്രൈ ഫ്രൂട്ട്സിനകത്തോട്ട് ഒരു 1/4 കപ്പ് കാഷ്യൂ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മൈദ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താന്നു പോകത്തില്ല. നമ്മൾ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാറ്റർ ചിലപ്പം തിക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് കേക്ക് ട്രേയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. തിക്ക് ബാറ്റർ ആയതുകൊണ്ട് ഈ സൈഡിലോട്ടൊക്കെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് 150 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇത്ര ഓവൻ്റെ സൈസ് അനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ മേളിൽ നട്ട്സും റേസിൻസും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ ഓവൻ തുറന്ന് നോക്കല്ലേ, അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് താന്നു പോകും. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ആറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ റിച്ച് ഫ്രൂട്ട് പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവനിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റൗ ടോപ്പിലും ഇത് ചെയ്തെടുക്കാം. രണ്ടും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.